ഹലോ, ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഫേസ് പാക്ക് നോക്കിയാലോ? എന്തെങ്കിലും ഫംഗ്ഷനും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഇത് ദാദ്രിയുടെയാണ്. നമ്മുടെ അടുത്ത് ഏതാണോ ഉള്ളത് അത് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ എനിക്ക് വേണ്ട അളവിൽ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. രണ്ടാമത് എടുക്കുന്നത് മുൾത്താനി മിട്ടിയാണ്. ഇത് ഫേസ് ബ്രൈറ്റ് ആക്കാൻ അടിപൊളിയായി സഹായിക്കുന്ന ഒരു പൊടിയാണ് കേട്ടോ. ഇത് ആൽപ്സ് ഗുഡ്നസിൻ്റെയാണ്. അപ്പോൾ അതും ഞാൻ എനിക്ക് വേണ്ട അളവിൽ എടുക്കുന്നുണ്ട്. മൂന്നാമത് ഞാൻ ആപ്സ് ഗുഡ്നസിൻ്റെ തന്നെ ബീട്രൂട്ട് പൗഡറാണ് എടുക്കുന്നത്. ഇത് എന്താ അറിയില്ല, മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തോന്നുന്നു ആകെ കട്ട പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾക്കത് പൊടിച്ച് കഴിഞ്ഞാൽ പൊടിയാവും കേട്ടോ. അപ്പം ഞാനത് കൈകൊണ്ടൊക്കെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൂന്നും ഞാൻ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം. ഞാൻ വെറും വെള്ളമാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ മൂന്നും നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫേസിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മുഖത്തും കണ്ണിൻ്റെ അടിയിലും കഴുത്തിലും ഒക്കെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. നമുക്ക് ടാനും ഇതൊക്കെ പോവാനും നന്നായിട്ട് സഹായിക്കും കേട്ടോ. നമുക്ക് കയ്യിലും കാലിലും ഒക്കെ നമുക്ക് തേക്കാൻ പറ്റും. അപ്പോൾ ഞാനിതെല്ലാം എൻ്റെ ഫേസിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലവർക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. നമ്മൾ ആദ്യം കുറച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ തേച്ച് നോക്കി കുഴപ്പമൊന്നും ഇല്ല നോക്കിയതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എന്തൊരു സംഭവം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ചിലവരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവും. അപ്പോൾ എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ എന്തൊരു പ്രോഡക്റ്റും നമ്മുടെ ഫേസിൽ ഇട്ട് നോക്കാൻ പാടുള്ളൂ. ഇതിലിപ്പോൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ വെള്ളമോ പാലോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ മഞ്ഞൾപ്പൊടിക്ക് പകരം വേറെ വല്ല ചെറുപയർ പൊടിയോ അതൊക്കെ നമ്മുടെ ഇഷ്ടം, എങ്ങനെ മാറ്റിയിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ. ഞാൻ അധികം സിമ്പിളായിട്ട് എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ രീതിയിൽ ഫേസ് പാക്ക് ഇട്ട് പോകാട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം പിടിക്കും. ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. അങ്ങനെ ഏകദേശം കുറച്ചൊക്കെ ഉണങ്ങി വരുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് തുടച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു തുണി ഉപയോഗിച്ച് കവൾ ഭാഗത്തുള്ളത് മാത്രം തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് അവിടെ. അങ്ങനെ ഫേസ് ഫുള്ള് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റും കേട്ടോ. മുഖത്ത് നല്ല ഫ്രഷ്നസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.